ഒരുപാട് തവണ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് അഖിൽ മാരാർ എവിടേക്ക് രാഷ്ട്രീയം, ഏതാണ് അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയം എന്നതെല്ലാം തന്നെ. ഇപ്പോൾ അഖിൽ മാരാർ 2020 എത്തിയിരിക്കും. നമുക്കൊപ്പം അഖിൽ കൂടി ചേരുന്നുണ്ട്. ഒരു വല്ലാത്തൊരു യൂട്ടേൺ ആണോ? അല്ല, ഇതാണ് കറക്റ്റ് ഡേറ്റ്. എന്തുകൊണ്ടാണ് വൈകിയെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ 2020 ചേരാൻ വൈകിയെന്നൊരു ചോദ്യമായിരുന്നു ഒരു പക്ഷേ ചോദിക്കേണ്ടത്. മറ്റൊന്നുമല്ല, കാര്യം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് പൊളിറ്റിക്കൽ ആശയമാണ് ഉള്ളതെന്ന്. മറ്റേ കോൺഗ്രസ് ആണോ BJP ആണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു വികസനം മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന, നാടിനു വേണ്ടി ഡെവലപ്മെൻറ്റ്സിന് അപ്പുറത്തേക്ക് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ആശയം. അപ്പോൾ കിഴക്കമ്പലത്ത് നിന്ന് ഞാൻ കണ്ട കാഴ്ച, കിഴക്കമ്പലത്തെക്കുറിച്ച് ഒരുപാട് കാലം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതിനേക്കാൾ ഉപരി ഞാനെന്ന് പറയുന്നൊരു വ്യക്തിക്ക് എൻ്റെ സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്നതോടൊപ്പം തന്നെ നാടിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുക, ഇതൊക്കെ തന്നെയാണ് എന്നെ 2020 ആകർഷിച്ചത്. 2020 ഒരു പക്ഷേ നേരത്തെ സംസ്ഥാന ലെവലിലേക്ക് വളർന്നതെങ്കിൽ ഞാൻ എന്നേ ഇതിൽ ചേർന്നേനെ. എൻ്റെ സിനിമ പോലും ഇങ്ങനെ ആയിരുന്നു. ഒരു താത്വിക അവലോകനം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ എഴുതിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നങ്ങളാൽ ബിസിനസ്സിൽ തകർന്നുപോയ ഒരു മനുഷ്യൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നിയമസഭയിൽ മത്സരിച്ച് പോരാടുന്ന ഒരു സബ്ജക്റ്റാണ് എൻ്റെ താത്വിക അവലോകനം സിനിമ. അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്തൊരു സിനിമ പോലും ഇതേ കാഴ്ചപ്പാടായിരുന്നു. പിന്നീട് 2020 ഈ അടുത്ത സമയത്താണ് ഈ പറഞ്ഞ കണക്ക് NDA ചേരാൻ തീരുമാനിക്കുന്നതും സ്റ്റേറ്റ് ലെവലിലേക്ക് അവർ വളരാൻ തീരുമാനിക്കുന്നതും. സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് 2020 പോലത്തെ പൊളിറ്റിക്കൽ ആശയത്തിലേക്ക് വരുന്ന സമയത്ത്. പലപ്പോഴും കണ്ടിരുന്ന UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുപ്പം പുലർത്തുകയും അവരായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യും. ഒരുപക്ഷെ സൗഹൃദങ്ങളുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയ നിലപാട് വ്യത്യസ്തമായിരിക്കാം. പലരും പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്ലോട്ടിലാണ് അഖിൽ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രതീക്ഷിച്ചിരുന്നത്. അല്ല, അതിന് മറുപടി ആക്ച്വലി കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മതി. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരിപ്പോൾ എന്നോട് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മത്സരിക്കണം, മത്സരരംഗത്തുണ്ടാവണമെന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. എവിടെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഐഷ പോറ്റിയുടെ കൊട്ടാരക്കര വരവോട് കൂടിയിട്ട് എന്നെ എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ചില മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അത്തരം പിന്നെ ഞാനും അത് ചോദിക്കാൻ പോയിട്ടില്ല. ഞാനും ആക്ച്വലി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ചോദിക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അത്. ഇപ്പോൾ ഞാൻ അങ്ങനെ KC വേണുഗോപാലിനെ ഒന്നും അധികം കണ്ടിട്ടുള്ള ആളുമല്ല, അദ്ദേഹത്തെ അധികം എനിക്ക് പരിചയമില്ല. രമേശ് ചെന്നിത്തല, VD സതീശനെ രണ്ടുപേരെയും അടുപ്പമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു KCയും കൂടെ ഒന്ന് കണ്ടേക്കണേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനൊരിക്കൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടു. കാരണം എന്നെ സംബന്ധിച്ച് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവണം. അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കേരളത്തെ പോലൊരു സ്ഥലത്ത് നമുക്കൊരു ലിമിറ്റ്, ഭയങ്കര ലിമിറ്റഡ് ആണ് സ്പേസ്. കോൺഗ്രസ് നേതാക്കളുടെ ഒരു മറുപടി വൈകുന്നതുകൊണ്ടാണോ 2020? അല്ല, അത് ഒന്നാമതേ ആ പാർട്ടി തന്നെ അടിയുമ്പോഴും ഒരു പരിധിക്കപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നേതാക്കന്മാരിൽ തന്നെ സീറ്റ്. പിന്നെ എനിക്ക് തന്നെ അറിയാലോ, അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസ്സിൽ ഈ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അടി, കേസ്, ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയിൽ ഇപ്പോൾ ഞാൻ വന്നാലും വന്നില്ലെങ്കിലും ആ പാർട്ടിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അതിലെ ഏറ്റവും ബെസ്റ്റ് ആളെ കണ്ടെത്തി മത്സരിപ്പിക്കും. എവിടെ ഇപ്പം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും ഈ നാടിനെ നന്മയ്ക്ക് വേണ്ടിയാവണം. അത് കോൺഗ്രസ്സിലായാലും ഇടതുപക്ഷത്തിലായാലും BJPയിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും. അപ്പോൾ കോൺഗ്രസ്സിൽ ഏറ്റവും മികച്ച ആൾക്കാരെ കണ്ടെത്തി അവർ മത്സരിപ്പിക്കട്ടെ. അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെ പുറകെ നടക്കുന്നവരെയോ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പ്രേംകുമാറിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവനല്ല, ഞാൻ പറയുന്നത് അഖിൽമാരും അല്ല. ഇപ്പം 2020 എന്ന് പറയുമ്പോഴത്തേക്ക് അധികം ആൾക്കാരില്ല. അവിടെ അഖിൽമാർക്കൊരു സ്പേസ് ഉണ്ടാവും. പക്ഷേ UDFനെ സംബന്ധിച്ച് ധാരാളം പേരുള്ളവരാണ്. ആത്മാർത്ഥമായ ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരുള്ള ഒരു പാർട്ടിയാണത്. ആ പാർട്ടിയിൽ ഏറ്റവും മികച്ചവരെ കണ്ടെത്തി ഏറ്റവും മികച്ചവരെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അവരും വരട്ടെ. നമുക്ക് ഏറ്റവും മികച്ച മത്സരം നടത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു ആത്മവിശ്വാസം അങ്ങനെ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക്? അല്ല, ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെക്കാട്ടിയും കൂടുതൽ ഞാൻ സത്യം പറയും. ഞാൻ ആരെയും കള്ളം പറഞ്ഞ് പറ്റിക്കത്തില്ല. ഞാൻ ഒരു വാഗ്ദാനങ്ങളും കൊടുത്തു ആർക്കെടുത്ത് ഒരു പറ്റിക്കാനും പോകുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഒരു നിയോജക മണ്ഡലത്തിൽ എൻ്റെ ശബ്ദം ഉയർന്ന് കേൾക്കണമെന്ന്, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു സാധാരണക്കാരന് അവൻ്റെ ശബ്ദമായി എൻ്റെ ശബ്ദം മാറണമെന്നും, അവൻ നിശബ്ദനാക്കപ്പെടുന്ന സ്ഥലത്ത് അവന് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുത്തിക്കുക. അവന് ഒരു തടസ്സം ഉണ്ടാകത്തില്ല. ഒരാളെയും പറ്റിച്ചും ഒരു രീതിയിലും മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യും. ഞാൻ സത്യസന്ധമായി സംസാരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികൾക്ക് അതിന് കഴിയുമെന്ന്. കാരണം അവർക്ക് പല കാര്യങ്ങളും ഒളിക്കേണ്ടി വരും. കൃത്യമായൊരിടത്ത് തന്നെയാണ് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥ താല്പര്യമില്ലാത്ത സാബു ജേക്കബിനെ പോലെ ഒരാൾ തുടങ്ങിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇന്ന് ലോകത്തിൽ തന്നെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നൊരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്? നന്മയും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് ലക്ഷ്യം? അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതായാലും അഖിൽ മാരാർ 2020 എത്തിയിരിക്കുന്നു. 2020 NDAയുടെ ഭാഗമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020 വേണ്ടി NDAയുടെ ഭാഗമായി മത്സരിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.